ഇല്ല, അങ്ങനെയുള്ളതല്ല. ഇനി CPM നേതാക്കന്മാർക്കെതിരായി പൊട്ടാൻ പോകുന്ന ബോംബിൻ്റെ ഭാഗമാണിതെന്നുള്ളത് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയട്ടെ, അതിൻ്റെ ഭാഗമാണ് ഇതെന്ന് പറയട്ടെ. അതല്ല, കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അത് തങ്ങളുടെ പാർട്ടിയിൽ പെട്ടത് അല്ലെന്നവർ പറയട്ടെ. എന്നാലേ നമുക്കത് കൂട്ടി വായിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ട സമയത്തും പറഞ്ഞത് ഇത് CPM-ൻ്റെ ആളുകളിൽ നിന്നാണ് ഇത് ആദ്യം വന്നത്, എവിടെ നിന്ന് വന്നു എന്ന്, ഈ വാർത്ത വന്നു എന്ന് CPM പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് അങ്ങനൊരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസ്തമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാകുമല്ലോ. അദ്ദേഹം അല്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം വ്യക്തമാക്കട്ടെ. കാരണം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണിത്. കേരളത്തിനൊരു സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരമുണ്ട്. എന്തെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും പരസ്പര ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം വെച്ച് പുലർത്തുന്നൊരു കൾച്ചർ, സംസ്കാരം, പൊളിറ്റിക്കൽ കൾച്ചർ നമുക്കുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. ഇപ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ, ഏത് ചാനലാണെങ്കിലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ. അപ്പോൾ അതിന് സംഭാവന നൽകേണ്ട ആളാണ് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്തരം തെളിവുകളുണ്ടെങ്കിലായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണത് സമൂഹത്തിൻ്റെ മുമ്പാകെ വ്യക്തമാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹ മാധ്യമങ്ങളിൽ മുഖമില്ലാത്തതുമല്ലാത്തതുമായ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ വരും. ഒരു പത്രത്തിൽ ഇതുമായി സംബന്ധിച്ച് വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? പത്രത്തിൻ്റെ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാനിടയായി. ഏത് പത്രം എനിക്ക് സുഹൃത്തുക്കൾ അയച്ചതെന്നാണ്, ഏത് പത്രമാണെന്നുള്ള നിഗമനത്തിൽ ഞാൻ എത്തിയിട്ടില്ല. പത്രങ്ങളിൽ വന്നു അത്. ഇപ്പോൾ നിങ്ങൾ സഹപ്രവർത്തകരാണ്, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക പ്രയാസങ്ങൾ എന്താണ് സംബന്ധിച്ചത്? എനിക്ക് മാനസിക പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ മാനസിക വേദന അനുഭവിക്കേണ്ട ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം പിന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ ഒരു തളികയിൽ വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. രാവിലെ ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നൊന്നും ഒരു ഉറപ്പുമില്ല. അങ്ങനെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. അപ്പോൾ ഈ കള്ളപ്രചരണത്തിലൊന്നും നമ്മുടെ മനസ്സ് തകർക്കാൻ കഴിയില്ല. ടീച്ചറും അങ്ങനത്തെ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ്. അപ്പോൾ മനോവേദന അനുഭവിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആലോചിക്കണം. നമുക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം വീടും കുടുംബവും മക്കളും എല്ലാവരും സമാധാനപരമായ ജീവിതം നയിക്കണവരാണെന്ന് അവർ ആലോചിക്കണം.